2025 വരുന്ന ശനി മാറ്റം ചിങ്ങം രാശിക്കാർക്ക് നന്മകളൊക്കെ പ്രദാനം ചെയ്യുമോ എന്നതാണ് ഞാനിവിടെ പറയുന്നത്. ശനി ഭഗവാന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഭയമാണ്. അതുതന്നെയാണ് ഒരു തെറ്റായ ധാരണയും എന്ന് എനിക്ക് പറയേണ്ടി വരും. ശനീശ്വരൻ നന്മയുടെ നിറകുടമാണ്. അത് എങ്ങനെ എന്ന് അറിയാത്തതാണ് ഈ ഭയത്തിനൊക്കെയും കാരണമാകുന്നത്. ഒരാളുടെ ജാതകത്തിൽ തന്നെ ശനീശ്വരൻ നല്ല സ്ഥിതിയിൽ അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിക്കില്ല എന്നതാണ് ഒരു സത്യം. കാരണം ആയുസ്സിനെ നിയന്ത്രിക്കുന്നത് ശനീശ്വരനാണ്. കാലചക്ര രാശിയിൽ 10ാം ഭാവവും 11ാം ഭാവവും ശനീശ്വരൻ്റെ സ്വന്തം ഇടമാണ്. നമ്മുടെ അധ്വാനത്തെയും പ്രയത്നത്തെയും മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ശനീശ്വരനാണ്. തൊഴിൽ സംബന്ധിയായ കാര്യത്തിന് ശനീശ്വരൻ്റെ സ്ഥിതിയും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ പോലും ശനീശ്വരൻ്റെ ഇടപെടൽ വളരെ അത്യാവശ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വിവാഹം നടക്കുന്ന കാര്യം വളരെയേറെ സംശയകരം തന്നെയാകും. അഷ്ടമശനി, 7.5 ശനി എന്നിവയോ അല്ലെങ്കിൽ ശനിദശയോ നടക്കുകയാണെങ്കിൽ മാത്രമാണ് വിവാഹത്തിനെക്കുറിച്ച് പോലും ഒരു മനുഷ്യനെ ചിന്തിക്കാൻ കൂടി കഴിയുക. കുട്ടികളുടെ ജനനവും അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളും ഒക്കെ ശനീശ്വരൻ്റെ നിയന്ത്രണം തന്നെയാണ്. അപ്പോൾ ശനീശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജാതകത്തിൽ എങ്ങനെ ഏത് സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനവും എന്നത്. ഇപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം. ഈ വരുന്ന 2025 ഈ വരുന്ന 2025 മാർച്ച് മാസം 29ാം തീയതി മുതൽക്ക് 3/6/2027 വരെ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് ശനീശ്വരൻ സഞ്ചാരം നടത്തുന്നത്. ഇടയ്ക്ക് 2 തവണ വക്രഗതിയിലും അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട്. 2025 ജൂലൈ മുതൽ നവംബർ മാസം വരേക്കും വക്രഗതിയിലാകുന്നു. 2025 2026 ജൂലൈ മാസം മുതൽക്ക് ഡിസംബർ മാസം വരെയും അദ്ദേഹം വക്രഗതിയിലാണ് സഞ്ചരിക്കുവാനായിട്ട് പോകുന്നതും. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ അതാത് സമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്, എന്തു ഫലം ആ സമയത്ത് പ്രദാനം ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2.5 വർഷവും ഒരുപാട് അനുഭവിച്ച് തീർക്കേണ്ട പലവിധ കാര്യങ്ങളിലും പെട്ട് വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ചിങ്ങം രാശിക്കാർ. അതിൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മകം നക്ഷത്രത്തിൻ്റെ കാര്യം പറയുകയേ വേണ്ട. മകം നക്ഷത്രക്കാരൊക്കെ തന്നെ ഇപ്പോൾ നക്ഷത്രങ്ങളൊക്കെ എണ്ണിത്തീർത്ത ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കാനാണ് വളരെയേറെ സാധ്യതയായിട്ട് മനസ്സിലാക്കുന്നത്. എവിടെയും തോൽവിക്ക് മേലെ തോൽവികൾ തന്നെയായിരുന്നു അവർക്കൊക്കെയും സംഭവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഷ്ടമശനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കാരണം വളരെയേറെ ഒരു നന്മകൾ ചെയ്യുന്ന ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ചിങ്ങം രാശിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ഏത് ഒരു കാര്യമാണെങ്കിൽ തന്നെയും വളരെയേറെ സൂക്ഷ്മത പ്രകാരം, അതായത് നല്ല സൂക്ഷ്മ ബുദ്ധിയോട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് പല വശങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള അടികൾ പല രീതിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും. എന്നാൽ ഈ വരുന്ന അഷ്ടമശനിക്കാലം നിങ്ങൾക്ക് വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് സാക്ഷാൽ ഭഗവതി നിങ്ങളെ നേരിട്ടിറങ്ങി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അമ്മയുടെ ഒരു വരപ്രസാദം തന്നെയാകണം ഇതൊക്കെയും എന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം പൂരം നക്ഷത്രം ആറ്റുകാൽ ഭഗവതിയുടെ നക്ഷത്രമാണ്. അപ്പോൾ അതിനനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ദേവിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങളുടെ രാശിക്ക് 8ാം ഭാവത്തിലാണ് ശനീശ്വരൻ വരുന്നത്. അതുതന്നെ ഒരു മറവ് സ്ഥാനം എന്ന് പറയാം. തൊഴിൽപരമായി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് പ്രൊമോഷൻ, ഉദ്യോഗമാറ്റം, പുതിയ കോൺട്രാക്റ്റ് എന്നിങ്ങനെയൊക്കെ നിശ്ചയമായി പോയ അല്ലെങ്കിൽ നിശ്ചലമായി പോയ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന സമയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഉള്ള ഒരു സമയം മുതൽക്ക് നിങ്ങളുടെ നല്ല കാലം ആരംഭമായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു. പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു. ഉദ്യോഗത്തിൽ മാറ്റം കിട്ടാൻ പോകുന്നു. പുതിയ കോൺട്രാക്റ്റ് പണികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു. ഇതിനുള്ള കാരണമാകുന്നത് ശനീശ്വരൻ തന്നെയാണ് എന്നുള്ളതാണ്
കാരണം അദ്ദേഹം സഞ്ചാരം നടത്തുന്നത് ഗുരു ഭഗവാന്റെ വീട്ടിലാണ്. അവിടെ ചിന്തിച്ച് നോക്കിയാൽ ഗുരു ലാഭസ്ഥാനത്താണ് നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% നന്മകൾ ചെയ്യുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയുവാനും കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യപരമായ രോഗാവസ്ഥകളിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്കൊക്കെയും ഇത് ഒരു ആശ്വാസകാലം തന്നെ ആയിരിക്കുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കഴിഞ്ഞ 2.5 വർഷമായിട്ട് തന്നെ വിവാഹമൊക്കെയും പല വിധത്തിലും തടസ്സപ്പെട്ടു പോയ പലരും ഉണ്ടാവും. അവരിൽ കുറേ പേർക്കെങ്കിലും ഈ ഒരു 2025 മാർച്ചിന് ശേഷം നിശ്ചയമായും വിവാഹം നടക്കുന്ന സാഹചര്യം തന്നെയാണ്. വിളിച്ച ദൈവങ്ങളൊക്കെയും തന്നെ നിങ്ങൾക്കായി വാതിൽ തുറന്നു നൽകുന്ന കാലം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2025 മുതൽക്ക് 2027 വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ലഭിക്കും എന്ന് തന്നെയാണ് പറയാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ കുടുംബവുമായിട്ട് ചിലരെങ്കിലും വഴക്കുകൾ കാരണം പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അവരൊക്കെ തന്നെ വീണ്ടും ഒന്നിക്കുകയും വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഇങ്ങനെയൊക്കെ ഉള്ളവർ സ്വന്തം ജാതകങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് അതിനുള്ള കാരണം വ്യക്തമായി കാണേണ്ടത് വളരെയേറെ അത്യാവശ്യമായി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളൊക്കെ തന്നെ കോടതിയിൽ എത്താത്ത ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ, അതായത് പിരിഞ്ഞ് ഇരിക്കുന്നവർ കുടുംബ കോടതിയിലൊക്കെ കേസ് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ മാർച്ച് മാസത്തിന് ശേഷം നിങ്ങൾ ഒരു തവണ കൂടി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം, അതായത് ഒരു ആയുസ്സിന് ഇനി പിരിയാത്ത രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും നല്ല ഒരു സന്തോഷകരമായ കുടുംബജീവിതം അവിടെ പ്രാപ്തമാകുകയും ചെയ്യുമെന്നുള്ളതും കൂടി ഒരു സത്യമായ ഒരു കാര്യമാണ്. കാരണം അവിടെയൊക്കെ തന്നെ ദേവി നിങ്ങൾക്ക് മുന്നിൽ വാതിൽ തുറക്കുന്ന ഒരു കാലമെന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മാർച്ചിന് ശേഷം തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും സംഭവിക്കുമെന്ന് 100% പറയാൻ കഴിയും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമതൊരു വിവാഹം, അതായത് വിവാഹബന്ധമൊക്കെ പിരിഞ്ഞ് അതൊക്കെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയ സാഹചര്യത്തിലൊക്കെയും രണ്ടാമതൊരു വിവാഹം ആലോചിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. അവർക്കൊക്കെയും തന്നെ ഈ ഒരു കാലഘട്ടം വളരെയേറെ ഗുണപ്രദമായിരിക്കും. അതുപോലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ 100% പരിഹാരമുണ്ടാകുന്ന സമയം തന്നെയാണ്. എന്നാലും മാർച്ച് മുതൽക്ക് ഈ ചിങ്ങം രാശിക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അസമയങ്ങളിലുള്ള വാഹന യാത്രകൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ശനീശ്വരൻ പറയുന്നത്. കാരണം ആപത്തുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതായത് 9-10 മണിക്ക് ശേഷമൊക്കെയുള്ള രാത്രി യാത്രകൾ, ബൈക്ക് യാത്ര, കാർ യാത്ര, ഇങ്ങനെയുള്ള യാത്രകളൊക്കെ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് ഈ രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അസമയങ്ങളുള്ള വാഹന യാത്രകളൊക്കെയും ഒഴിവാക്കുക. മറ്റുള്ളവരുടെ ബൈക്കിൽ കയറി വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. പരമാവധി ബസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. തനിയെ ഉള്ളതോ അല്ലെങ്കിൽ സ്വന്തമായി ഓടിച്ചു പോകുന്നതോ മറ്റൊരാളുടെ വാഹനം ഉപയോഗിക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒഴിവാക്കുക. കാരണം അപകടം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ശനീശ്വരൻ്റെ ആ ഒരു സ്ഥാനം പറയുന്നത്. നിശ്ചയമായും അഷ്ടമശനിയിൽ ഏതെങ്കിലും ഒരു വഴിക്ക് നമുക്കൊരാപത്ത് കാത്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് തന്നെയാകും എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ ഏറെ അത്യാവശ്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇനി വരുന്ന സമയങ്ങളിൽ അതാത് രാശി മാറ്റങ്ങൾ, അതായത് ശനീശ്വരൻ്റെ ഈ 2025 മാർച്ചിലെ ആ ഒരു മാറ്റത്തോടനുബന്ധിച്ച് വരുന്ന മാറ്റങ്ങളൊക്കെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും കേൾക്കുക. ഇവിടെ കള്ളവും ചതിയും വഞ്ചനയും ഒന്നുമില്ല, ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ്. നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അങ്ങനെ പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കിട്ടാത്തത് കിട്ടും എന്ന് പറയുന്ന സാഹചര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശുഭം.